നമസ്കാരം. അമേരിക്കയുടെ ആണവ ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട 10ഓളം ഉദ്യോഗസ്ഥരുടെയും ശാസ്ത്രജ്ഞരുടെയും അപ്രതീക്ഷിതമായ മരണങ്ങളും തിരോധാനങ്ങളും ലോകമെമ്പാടുമുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് വലിയൊരു തീപിടുത്തം പോലെ ഇന്ധനം നൽകിയിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്കിടയിൽ നടന്ന ഈ സംഭവങ്ങൾ കേവലം അപകടങ്ങളോ ദൗർഭാഗ്യകരമായ മരണങ്ങളോ ആണോ, അതോ അമേരിക്കയുടെ സുപ്രധാന പ്രതിരോധ ബഹിരാകാശ സംവിധാനങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഏതെങ്കിലും വലിയ ഗൂഢാലോചനയാണോ ഇതിന് പിന്നിൽ എന്ന ചോദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു നിർണായക യോഗത്തിന് ശേഷം ഇത് ഗൗരവകരമായ ഒന്നാണ് എന്ന സൂചന നൽകിയതോടെ വിഷയത്തിന്റെ തീവ്രത വർദ്ധിച്ചു. എന്നാൽ ഈ സംഭവങ്ങൾക്കിടയിൽ യാതൊരു ബന്ധവുമില്ലെന്നും ഗൂഢാലോചനയേക്കാൾ ഉപരി വ്യക്തിപരമായ ദുരന്തങ്ങളാണ് ഇതിന് പിന്നിലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും വിദഗ്ധരും അടിവരയിട്ട് പറയുന്നു. ഈ സംഭവങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ ഇവ തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള കണ്ണികളും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി, ലോസ് ആലമോസ് നാഷണൽ ലബോറട്ടറി തുടങ്ങിയ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവരുടെ മരണമാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ വില്യം നീൽ മക് കസ്ലാൻഡ് മുതൽ ബഹിരാകാശ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരും ഈ പട്ടികയിലുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രധാന വാദം വിദേശ രാജ്യങ്ങൾ അമേരിക്കയുടെ രഹസ്യങ്ങൾ ചോർത്താനോ ശാസ്ത്രജ്ഞരെ ഇല്ലാതാക്കണോ നടത്തുന്ന നീക്കമാണ് ഇതെന്നാണ്. എന്നാൽ ഈ വാദങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു തെളിവും ഇതുവരെയും ഹാജരാക്കുവാൻ ഒരു അന്വേഷണ ഏജൻസികൾക്കും സാധിച്ചിട്ടില്ല. FBI ഉൾപ്പെടെയുള്ള ഫെഡറൽ ഏജൻസികൾ ഈ കേസുകളെ ഒരു പാറ്റേണായി കാണുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. സാധാരണയായി ഇത്തരം കേസുകളിൽ പ്രാദേശിക അധികാരികളുടെ അഭ്യർത്ഥന ഇല്ലാതെ ഫെഡറൽ ഏജൻസികൾ ഇടപെടാറില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഓരോ കേസും പരിശോധിക്കുമ്പോൾ അവ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ വ്യക്തമാകും. മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസർ ന്യൂനോ ലൂറനോയുടെ കൊലപാതകം ഒരു മുൻ സഹപാഠി നടത്തിയ വ്യക്തിപരമായ പകയുടെ പുറത്തുള്ള കൊലപാതകമായിരുന്നു. അതുപോലെ കാൾ ഗ്രിഗ്മേർ എന്ന ശാസ്ത്രജ്ഞന്റെ കൊലപാതകവും തികച്ചും വ്യത്യസ്തമായ ഒരു ക്രൈം കേസ് മാത്രമാണ്. ജോസൺ തോമസ് എന്ന ഗവേഷകന്റെ മരണം മാനസിക സമ്മർദ്ദത്തിലുണ്ടായ ആത്മഹത്യയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞൻ ഹൈക്കിങ്ങിനിടെ കാണാതായതും മറ്റൊരു ഉദ്യോഗസ്ഥൻ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ മാത്രം ചെയ്തിരുന്നതും ഈ കേസുകളെ ഒരു പാറ്റേണിലേക്ക് ചുരുക്കുവാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നു. 20,000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ സ്വാഭാവികമായ മരണങ്ങളും അസുഖങ്ങളും അപകടങ്ങളും സംഭവിക്കുക എന്നത് സ്വാഭാവികമായ ഒന്നാണ്. ഈ സംഭവങ്ങൾ ഇറാന്റെ ഇടപെടലാണെന്ന തരത്തിൽ ചില കേന്ദ്രങ്ങളിൽ വാദങ്ങൾ ശക്തമാകുന്നുണ്ട്. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യം വെച്ച് നടത്തുന്ന കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ശാസ്ത്രജ്ഞരെയും സമാനമായി ലക്ഷ്യം വെക്കുന്നുണ്ടാകാം എന്ന ഭയം സ്വാഭാവികമാണ്. എങ്കിലും തന്ത്രപരമായി നോക്കിയാൽ അത്തരമൊരു നീക്കം ഒരു വിദേശ രാജ്യത്തിനും വലിയ ഗുണം ചെയ്യില്ല. അമേരിക്കയുടെ ആണവ സുരക്ഷാ സംവിധാനം വളരെ വിപുലമാണ്. ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിൽ 10-20 പേരെ ഇല്ലാതാക്കുന്നത് കൊണ്ട് മാത്രം അമേരിക്കയുടെ ആണവശക്തി തകർക്കുവാൻ ഒരു വിദേശ രാജ്യത്തിനും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ ഈ സംഭവങ്ങളിൽ പലതും നടക്കുന്നത് വർഷങ്ങളുടെ ഇടവേളകളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലുമാണ്. വില്യം നീൽ മക് കാസ്ലാൻഡിന്റെ തിരോധാനത്തെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ മറ്റൊരു ഉദാഹരണമാണ്. UFOകളുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബം അത്തരം വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അദ്ദേഹത്തിന് അത്തരം വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല എന്നും തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാൽ സംഭവിച്ച ഒരു തിരോധാനമായിരിക്കും ഇതെന്നും അവർ വിശ്വസിക്കുന്നു. ഇത്തരം സംഭവങ്ങളിൽ പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുമ്പോൾ ആളുകൾ സ്വാഭാവികമായും വലിയ ഗൂഢാലോചനകൾ തിരയുന്നു. കാരണം ഒരു സാധാരണ വ്യക്തിയുടെ തിരോധാനത്തെക്കാൾ കൂടുതൽ നിഗൂഢതകൾ ഇത്തരം കഥകൾക്ക് ലഭിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത്തരം സംഭവങ്ങൾ ഒരു സ്പൈ ത്രില്ലർ സിനിമയിലെ തിരക്കഥയല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ മാത്രമാണ്. ശാസ്ത്രജ്ഞർക്കും ഉദ്യോഗസ്ഥർക്കും സാധാരണക്കാരെ പോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രതിസന്ധികളും ഉണ്ടാകാം. അവരെല്ലാം തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ കൂടി അവരുടെ മരണമോ തിരോധാനമോ എല്ലായ്പ്പോഴും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാകണം എന്നില്ല. തെളിവുകളുടെ അഭാവത്തിൽ ഭയാനകമായ കഥകൾ മെനയുന്നത് അന്വേഷണത്തെ സഹായിക്കുകയല്ല, മറിച്ച് യഥാർത്ഥ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കൂടുതൽ വേദന നൽകുക മാത്രമാണ് ചെയ്യുന്നത്. വസ്തുതകളെ വൈകാരികതയിൽ നിന്നും ഗൂഢാലോചനകളിൽ നിന്നും വേർതിരിച്ച് കാണുവാൻ സമൂഹം പഠിക്കേണ്ടതുണ്ട്. അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങളുടെയോ ഗവേഷണ സ്ഥാപനങ്ങളുടെയോ വിശ്വാസ്യതയെ തകർക്കുന്ന ഒരു അട്ടിമറിയായി ഇതിനെ കാണാൻ യാതൊരു തെളിവുമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങളെ ദുരന്തങ്ങളായി തന്നെ കാണുന്നതായിരിക്കും ഉചിതം. എന്നാൽ മറുവശത്ത് ഇതിന് പിന്നിൽ സംഘടിതമായ ഒരു ശ്രമം ഉണ്ടെങ്കിൽ അത് ആധുനിക അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാകും. ഒരു രാജ്യത്തിന്റെ അതിസുരക്ഷാ മേഖലയിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞരോ ഉദ്യോഗസ്ഥരോ ഒന്നൊന്നായി മരണപ്പെടുകയോ അപ്രത്യക്ഷരാവുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം ഇതിന് പിന്നിൽ ആരുടെ കരങ്ങളാണ് എന്നതാണ്. ഇത്തരം സംഭവങ്ങളെ ഗൗരവത്തോടെ കാണുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ള അന്താരാഷ്ട്ര ശത്രുക്കളെയും രഹസ്യാന്വേഷണ ഏജൻസികളെയുമാണ്. എന്നാൽ
അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരമൊരു ഗൂഢാലോചനയ്ക്ക് പിന്നിലെ യഥാർത്ഥ പ്രതി ആരായിരിക്കാം എന്ന ചോദ്യം അങ്ങേയറ്റം സങ്കീർണമാണ്. നിലവിൽ ഇങ്ങനെയൊരു ഗൂഢാലോചന നടന്നുവെന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവുകളും ലഭ്യമല്ലെങ്കിലും സൈദ്ധാന്തികമായ ചില വശങ്ങൾ പരിശോധിക്കുന്നത് ഇത്തരം ഭയങ്ങൾ എന്തുകൊണ്ട് ഉടലെടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് അമേരിക്കയുടെ പരമ്പരാഗതമായ ശത്രുരാജ്യങ്ങൾ തന്നെയാണ്. അമേരിക്കയുടെ ആണവ ബഹിരാകാശ പദ്ധതികളുടെ പുരോഗതി തടയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യത്തിനും അത്തരം പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന പ്രധാന ശാസ്ത്രജ്ഞരെ ഇല്ലാതാക്കുന്നത് ഒരു തന്ത്രപരമായ നീക്കമായി തോന്നിയേക്കാം. ഇറാൻ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ പ്രധാന എതിരാളികളായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ പലതവണ ലക്ഷ്യം വയ്ക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ പ്രതികാര നടപടിയായോ അല്ലെങ്കിൽ ഒരു ടൈറ്റ് ഫോർ ടാറ്റ് നയമായോ അമേരിക്കൻ ശാസ്ത്രജ്ഞരെയും ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ എന്ന ഭയം ചില കോണുകളിൽ നിന്ന് ഉയരാറുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരമൊരു വധശ്രമം നടത്തിയാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അത്ര ലളിതമല്ല. അമേരിക്ക പോലെയുള്ള ഒരു വൻ ശക്തിയുടെ ശാസ്ത്രജ്ഞരെ ഉന്നമെടുക്കുക എന്നത് നേരിട്ടുള്ള യുദ്ധത്തിന് തുല്യമായ പ്രകോപനമാണ്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്തരം വധശ്രമങ്ങൾ വളരെ അപൂർവമാണ്. പകരം സൈബർ ആക്രമണങ്ങൾ, വിവരങ്ങൾ ചോർത്തൽ, പ്രലോഭനം വഴി ശാസ്ത്രജ്ഞരെ സ്വാധീനിക്കൽ, ബുദ്ധിപരമായ സ്വത്തുക്കൾ മോഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ഏജൻസികൾ മുൻഗണന നൽകുന്നത്. ഒരു ശാസ്ത്രജ്ഞരെ ഇല്ലാതാക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഫലപ്രദമാണ് അവരുടെ അറിവും ഗവേഷണ വിവരങ്ങളും ചോർത്തുന്നത്. അതിനാൽ ഒരു വിദേശ ശക്തി ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ശാരീരികമായ ആക്രമണത്തിന് പകരം ഡാറ്റ മോഷണത്തിനോ അട്ടിമറികൾക്കോ ആയിരിക്കും മുൻതൂക്കം നൽകുക. അതിൽ നിന്നും വ്യത്യസ്തമായി ആഭ്യന്തരമായ ഭീഷണികൾ തള്ളിക്കളയാനാവില്ല. അമേരിക്കയ്ക്കുള്ളിലെ തന്നെ തീവ്രവാദ ചിന്താഗതികളുടെ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ വിദേശ ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള വ്യക്തികളോ ഇത്തരം അട്ടിമറികൾക്ക് ശ്രമിക്കാനുള്ള സാധ്യത വിദൂരമായെങ്കിലും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വശം കോർപ്പറേറ്റ് ചാരവൃത്തിയാണ്. പ്രതിരോധ ആണവ സാങ്കേതിക വിദ്യകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമാണുള്ളത്. സ്വകാര്യ കമ്പനികളോ മറ്റ് രാജ്യങ്ങളിലെ വ്യവസായ ഗ്രൂപ്പുകളോ തങ്ങളുടെ സാങ്കേതിക കുതിപ്പിനായി അത്തരം വിവരങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിനിടയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ കാര്യങ്ങൾ വഷളാക്കുകയും അത് അപകടങ്ങളിലേക്കോ മരണങ്ങളിലേക്കോ നയിക്കുകയോ ചെയ്യും. എന്നിരുന്നാലും ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾക്കൊക്കെയും പിന്നിൽ ഒരൊറ്റ ശക്തിയാണെന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. കാരണം ഈ മരണങ്ങളും തിരോധാനങ്ങളും നടന്നത് വ്യത്യസ്ത സമയങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലുമായിട്ടാണ്. ചുരുക്കത്തിൽ ഇത്തരം കേസുകളിൽ ഒരു മാസ്റ്റർ മൈൻഡ് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ഒരാളെ കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. അത്തരം അന്വേഷണങ്ങൾ പലപ്പോഴും സിനിമകളിലും നോവലുകളിലും മാത്രമാണ് കാണാറുള്ളത്. യഥാർത്ഥത്തിൽ ഓരോ മരണവും തിരോധാനവും വ്യത്യസ്തമായ കാരണങ്ങളാൽ സംഭവിക്കുന്നവയാണ്. ചിലത് മാനസിക സമ്മർദ്ദം മൂലമോ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ സംഭവിക്കുമ്പോൾ മറ്റു ചിലത് വ്യക്തിപരമായ വൈരാഗ്യത്താലോ കുറ്റകൃത്യങ്ങളാലോ സംഭവിക്കുന്നു. ശത്രു രാജ്യങ്ങൾ അമേരിക്കയെ തകർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ ശാസ്ത്രജ്ഞരെ ഒന്നൊന്നായി വധിക്കുക എന്നത് അപ്രായോഗികവും അപകടകരവുമായ ഒരു തന്ത്രമാണ്. ഇത്തരമൊരു ഗൂഢാലോചനയ്ക്ക് തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ സംഭവങ്ങളെ അന്താരാഷ്ട്ര ഗൂഢാലോചനയെ ചിത്രീകരിക്കുന്നത് അനാവശ്യമായ ഭീതി പടർത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. സുരക്ഷാ ഏജൻസികൾക്ക് തങ്ങളുടെ ജോലിയിൽ ജാഗ്രത പാലിക്കാം. എന്നാൽ ശാസ്ത്രജ്ഞരുടെ മരണങ്ങളെല്ലാം ദുരൂഹമാണെന്ന് പ്രഖ്യാപിക്കുന്നത് ശാസ്ത്രീയമായ സമീപനമല്ല. വസ്തുതാപരമായ തെളിവുകൾ ലഭിക്കാതെ ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ഒരു സംഘടനയോ ഇതിന് ഉത്തരവാദികളാക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എങ്കിലും ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായ അമേരിക്കയുടെ ആണവ ബഹിരാകാശ മേഖലകളിലെ ഉദ്യോഗസ്ഥരുടെയും ശാസ്ത്രജ്ഞരുടെയും അപ്രതീക്ഷിതമായ മരണങ്ങളും തിരോധാനങ്ങളും ലോകസമാധാനത്തെ എങ്ങനെ ബാധിക്കും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഇതൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നമാണെന്ന് തോന്നാമെങ്കിലും അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിൽ ഇത്തരം സംഭവങ്ങൾ വലിയ അലയൊലികൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളവയാണ്. ലോകസമാധാനം എന്നത് കേവലം യുദ്ധങ്ങളില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിൻ്റെയും സുതാര്യതയുടെയും അടിസ്ഥാനത്തിലാണ് അത് നിലകൊള്ളുന്നത്. അമേരിക്കൻ ആണവ ശാസ്ത്രജ്ഞർ സുരക്ഷിതരല്ല എന്ന തോന്നൽ ലോകത്ത് ഉടലെടുക്കുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ വലിയ അവിശ്വാസങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും കാരണമാകും. ഈ വിഷയത്തിൽ ലോകസമാധാനത്തിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഘടകം തെറ്റിദ്ധാരണകളുടെ ചങ്ങലയാണ്. ഇത്തരം മരണങ്ങളെ ഏതെങ്കിലും വിദേശ ശക്തികളുടെ കൈകളായി വ്യാഖ്യാനിക്കുവാൻ ഭരണകൂടങ്ങൾ മുതിരുകയാണെങ്കിൽ അത് അനാവശ്യമായ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. ഉദാഹരണത്തിന്, അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ ശാസ്ത്രജ്ഞരുടെ മരണത്തിന് പിന്നിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യമാണ്, ഉദാഹരണത്തിന് ഇറാനോ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ എന്ന് സംശയിക്കുകയാണെങ്കിൽ അത് ആ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാക്കും. സമാധാനം നിലനിർത്തുവാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകൾക്കും നയതന്ത്രജ്ഞർക്കും ഇത്തരം സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും വഴി തുറക്കുന്ന ഏതൊരു സംഭവവും ആഗോള അസ്ഥിരതയ്ക്ക് കാരണമാകും. അതുപോലെ ആയുധ മത്സരത്തിൻ്റെ കാര്യത്തിൽ ഈ സംഭവങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയേക്കാം. തങ്ങളുടെ പ്രധാന ശാസ്ത്രജ്ഞർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് അമേരിക്ക വിശ്വസിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവർ തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർക്കശമാക്കുകയും ആണവ ഗവേഷണങ്ങൾ കൂടുതൽ രഹസ്യാത്മകമാക്കുകയും ചെയ്യും. ഇതിനെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുക എന്നത് പ്രധാനമാണ്. അമേരിക്ക കൂടുതൽ സൈനികവൽക്കരിക്കപ്പെടുകയാണെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് തോന്നിയാൽ അവർ പ്രതിരോധത്തിനായി തങ്ങളുടെ ആയുധശേഷി വർദ്ധിപ്പിക്കുവാൻ നിർബന്ധിതരാകും. ഇത് ആഗോളതലത്തിൽ ഒരു പുതിയ ശീതയുദ്ധത്തിന് വഴിവെച്ചേക്കാം. പരസ്പരമുള്ള അവിശ്വാസം വർദ്ധിക്കുന്നത് ലോക സമാധാനത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന കാര്യമാണ്.
മറുവശത്ത് ഇത്തരം മരണങ്ങളെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമായി ബന്ധിപ്പിച്ച് മാധ്യമങ്ങളിലും പൊതുവേദികളിലും ചർച്ച ചെയ്യുന്നത് വലിയൊരു അപകടമായിരിക്കും. വിവരങ്ങൾ ശരിയല്ലാത്ത സാഹചര്യത്തിൽ ഈ മരണങ്ങൾ ഒരു വലിയ ഗൂഢാലോചനയാണെന്ന് ലോകം വിശ്വസിച്ചു തുടങ്ങിയാൽ അത് ജനങ്ങൾക്കിടയിൽ ഭീതിയും അശാന്തിയും പരത്തും. ജനങ്ങൾക്കിടയിൽ ഭയം നിലനിൽക്കുന്ന ഒരു ലോകത്ത് സമാധാനം നിലനിർത്തുക എന്നത് അസാധ്യമാണ്. ഒരു വൻ ശക്തിയുടെ ശാസ്ത്രീയ അടിത്തറ തകരാറിലാണെന്ന് തോന്നൽ ആഗോള സാമ്പത്തിക വിപണികളിലും നിക്ഷേപങ്ങളിലും ആശങ്കയുണ്ടാക്കും. സമ്പദ്വ്യവസ്ഥയുടെ അസ്ഥിരത പലപ്പോഴും ആഭ്യന്തര കലാപങ്ങൾക്കും അതുവഴി അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘർഷങ്ങൾക്കും കാരണമാകാറുണ്ട്. എങ്കിലും വസ്തുതകൾ പരിശോധിച്ചാൽ ലോക സമാധാനത്തിന് നേരിട്ടുള്ള ഭീഷണിയായി ഇതിനെ കാണേണ്ടതില്ല എന്നതാണ് സത്യം. ഈ സംഭവങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമില്ല എന്നും അവ വ്യക്തിപരമായ ദൗർഭാഗ്യപരമായ സംഭവങ്ങളാണെന്നും തെളിയിക്കപ്പെട്ടാൽ ഈ ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ അന്വേഷണങ്ങൾ അന്താരാഷ്ട്ര പ്രശ്നമായി മാറുന്നത് അനാവശ്യമായ പരിഭ്രാന്തിയിലൂടെയാണ്. അതിനാൽ ലോക സമാധാനം നിലനിർത്തുവാൻ ഏറ്റവും അത്യാവശ്യം കൃത്യമായ വിവരങ്ങളും തെളിവുകളുമാണ്. ചുരുക്കത്തിൽ ലോക സമാധാനത്തെ ഈ മരണങ്ങൾ അലോസരപ്പെടുത്തുന്നത് അവരവരുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ഇത്തരം സംഭവങ്ങളെ തെറ്റായി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.